ഹായ്, ഞാൻ റിമോൻ, ഒബ്രാസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. സോ ബേസിക്കലി ഞങ്ങൾ മണ്ണാർക്കാട്, പാലക്കാട് ബേസ് ചെയ്തിട്ടുള്ളൊരു AML ഫോക്കസ് ചെയ്യുന്നൊരു IT കമ്പനിയാണ്. അപ്പോൾ നമുക്കൊരു കറൻറ്റ് ക്ലയൻറ്റിൽ നിന്ന് ഫാസ്റ്റായിട്ടൊരു വർക്ക് ഫോഴ്സ് എക്സ്പാൻഷന് വേണ്ടി അവർ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ക്ലയൻറ്റ് പ്രൊവൈഡ് ചെയ്ത ഒരു ഡെഡ് ലൈൻ എന്ന് പറഞ്ഞത് ഒരു ജസ്റ്റ് 2 months ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീമിനെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു ആഡ് കാണുകയാണ് ക്രിയേറ്റീവ് ബാറിനെ പറ്റി. അങ്ങനെ ക്രിയേറ്റീവ് ബാറിനെ കോൺടാക്റ്റ് ചെയ്യുകയും നമ്മൾ ശ്രാവൺ ബ്രോ എന്ന് പറഞ്ഞൊരു ബ്രോ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു ഫസ്റ്റ് കോളിൽ തന്നെ ക്രിയേറ്റീവ് ബാറിനെ പറ്റിയൊരു നല്ല ഇമ്പ്രഷനാണ് നമുക്ക് കിട്ടിയിരുന്നത്. സോ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് എന്നതിലേക്കാണ് നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരുന്നത്. സോ നമുക്ക് ഒരുപാട് കൺസേൺസ് ആക്ച്വലി ഉണ്ടായിരുന്നു. കാരണം ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നൊരു ഓഫീസ് സ്പേസ് ഇൻ ജസ്റ്റ് 45 days കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺസേൺ നമുക്കുണ്ടായിരുന്നു. പിന്നെ വേറെ ഉണ്ടായിരുന്നൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നൊരു ടൈപ്പ് പ്രൊജക്റ്റാണ് നമുക്ക് ഈ എക്സ്പാൻഷന് വേണ്ടിയിരുന്നത്. സോ നമുക്ക് ഈ 2 മേജർ കൺസേൺസിനുള്ളൊരു സൊല്യൂഷൻ ക്രിയേറ്റീവ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു പ്രോപ്പറായിട്ടൊരു 45 daysനുള്ളൊരു ഷെഡ്യൂളും തന്നു. അതുപോലെ ഈ സ്പേസ് മാനേജ്മെൻറ്റ് അതിൽ നമ്മുടെ ആർക്കിടെക്റ്റായ ഫഹീമായി നമ്മൾ ഹെൽപ്പ് ചെയ്തിരുന്നത്. ഐ വാസ് സോ അമേസ്ഡ് ബൈ ഹിസ് ബ്രില്യൻറ്റ് പ്ലാനിങ്, ലൈക്ക് ഇറ്റ് വാസ് സോ അമേസിങ്. പിന്നെ ഫഹീമ ആണെങ്കിലും അതുപോലെ നമ്മളെ മെയിൻ ഡിസൈൻ ഹെഡായ 3D ഡിസൈൻ ഹെഡായ വർഷ ലിസ്റ്റൺ ആയാലും നമ്മൾ എന്തൊരു കൺസേൺ ഒരു ഡൗട്ട് ഏതൊരു ടൈം ബാരിയർ ഇല്ലാണ്ട് ഏത് ടൈമിൽ ചോദിച്ചാലും കറക്റ്റ് റെസ്പോൺസാണ് അവരുടെ ഭാഗത്ത് നമുക്കൊരു എപ്പോഴും കിട്ടിയിരുന്നത്. മാത്രമല്ല അവരുടെ ഈ ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഇതിലുള്ളൊരു നോളജ് ബേസ് ഈസ് വെരി ഹ്യൂജ്. സോ ഇതിൻ്റെ ഒരു 3Dയുടെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഔട്ട് കിട്ടിയ ടൈം തന്നെ ഞങ്ങളിത് ഒന്ന് ചെക്ക് ചെയ്ത ടൈമിൽ ഞങ്ങളുടെ ടീമിലൊരു 95% ഇത് ഓക്കെ ആയിരുന്നു. സോ വളരെ ഐ തിങ്ക് വളരെ മിനിമൽ റിവിഷൻസ് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. സോ അത് തന്നെ എനിക്ക് വളരെയധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു ഫാക്ടറായിരുന്നു. നെക്സ്റ്റ് ഫേസിൽ നമ്മൾ കടന്ന ടൈമിൽ ബജറ്റ് പ്ലാനിങ് ചെയ്യുന്ന ടൈമിൽ ക്രിയേറ്റീവ് ബാറിൻ്റെ സൈഡിൽ നിന്ന് എസ്റ്റിമേഷൻ എഞ്ചിൻ്റെ റോബിനായിരുന്നു കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾ വളരെ ഫ്രാങ്ക് ആയ ഒരാളായിരുന്നു. ഇപ്പോൾ 2 കാര്യമാണ് റോബിനോട് പറഞ്ഞിരുന്നത്. ഒന്ന്, നമുക്ക് ഇനീഷ്യൽ അഡീഷണൽ കോഡ്സ് ഇല്ലാണ്ട് ഇനീഷ്യൽ ഇതിൽ തന്നെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് ചില ഏരിയാസിൽ നമുക്ക് കോസ്റ്റ് കട്ടിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ ഈ 2 കാര്യം ആൾ അടിപൊളിയായിട്ടാണ് ചെയ്തിരുന്നത്. നമ്മൾ എന്താണോ ഇനീഷ്യൽ നമുക്കൊരു കോഡ് ഇട്ടിരുന്നത് ആ സെയിം കോഡിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. ഈ പ്രൊജക്റ്റിൻ്റെ ഒരു എക്സിക്യൂഷൻ ഫേസിലെത്തിയ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു ഈ പ്രൊജക്റ്റിൽ ഏറ്റവും എടുത്ത് പറയേണ്ട 2 പേര് ഇതിൻ്റെ പ്രൊജക്റ്റ് മാനേജർ നമ്മുടെ പ്രവീൺ സാറാണ്. പിന്നെ അതുപോലെ നമ്മുടെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടുണ്ടായിരുന്ന ലിജോ. എനിക്ക് തോന്നുന്നു ഒരു 45 days പറഞ്ഞ ഈ പ്രൊജക്റ്റ് ഒരു 30 days കംപ്ലീറ്റ് ചെയ്യാൻ കാരണം ഒരു റീസൺ ആയിട്ടുള്ളത് ഇവർ 2 പേരാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം. പിന്നീട് എനിക്കൊരു പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ സൈറ്റിൽ എക്സിക്യൂഷൻ നടക്കുന്ന ടൈമിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് ബാറിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് ഇലക്ട്രിക്കലാണെങ്കിലും ഫർണിഷിങ് പാർട്ടാണെങ്കിലും അവിടെ വർക്കേഴ്സ് തമ്മിലുള്ളൊരു കോർഡിനേഷൻ, ഒരു വർക്ക് കൾച്ചർ വളരെ അടിപൊളിയായെന്ന് തോന്നിയിട്ടുണ്ട്. അത് ക്രിയേറ്റീവ് ബാറിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നൊരു കാര്യം, മെയിനായിട്ടൊരു കാര്യം ഇതാണ്. സോ ക്രിയേറ്റീവ് ബാറിന് പിന്നിലുള്ള വിഷണറി ആയ ജിത് മോഹൻ സാർ, മൈ സ്പെഷ്യൽ താങ്ക്സ് ടു യു. സോ ഈ ഒരു പോസ്റ്റ് പ്രൊജക്റ്റ് കംപ്ലീഷൻ ടൈമിൽ ഞങ്ങൾ ക്രിയേറ്റീവ് ബാർ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്തൊരു എൻഡ് റിസൾട്ട്സിൽ ഞങ്ങൾ വെരി ഇംപ്രസ്ഡ്. ഞങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. സോ എൻ്റെയും അതുപോലെ ഞങ്ങളുടെ ഒബ്രാസ് ടീമിൻ്റെയും ഭാഗത്തുനിന്ന് ടു ദ ഹോൾ ക്രിയേറ്റീവ് ബാർ ടീം very helpful thanks, and we strongly recommend Creative Bar.